കുട്ടികൾക്ക് ശരിയായ ഭക്ഷണം കൊടുക്കാമെങ്കിൽ എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ബേബിയോട് പ്രമീള കാലു പിടിച്ചു പറഞ്ഞപ്പോൾ ഒരാഴ്ച കാലത്തേക്ക് കടത്തിന് കണക്കെഴുതി ഭക്ഷണം നൽകാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഭാമയെ വീട്ടിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലെന്ന് ബേബിയും ദേവിയും തീരുമാനിച്ചു. അവളെ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യാൻ ഗഞ്ചു വന്നു. ഭാമയെ കൊണ്ടുപോകാൻ ഗോപികമാർ അനുവദിച്ചില്ല. കൽപ്പന നിറവേറ്റുന്നതിൽ പരാജയപ്പെടാൻ ഗഞ്ചു തയ്യാറല്ലായിരുന്നു. ഗോപികമാർ ഗഞ്ചുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബേബിയും ദേവിയും വന്നു. ബേബി പറഞ്ഞു, ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ചാവും. മീര മുത്തശ്ശി പറഞ്ഞു, അവൾക്കിനി ഇഹലോകമില്ല. അവൾ ഭഗവാനിൽ ലയിക്കാൻ പോവുകയാണ്. അവളെ വെറുതെ വിടൂ. ഇവൾ ഈ നിലയിൽ ഇവിടെ ഇരുന്നാൽ, ദേവി ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾക്കാർക്കും ഇന്നും തൊഴിൽ ചെയ്യാൻ കഴിയില്ല. പെട്ടെന്നാണ് പ്രമീള പൊട്ടിത്തെറിച്ചത്. രാക്ഷസി, നീ എന്ത് വിചാരിച്ചു? ഞങ്ങളൊക്കെ മൃഗങ്ങളാണെന്നാണോ? പ്രമീള, മീര മുത്തശ്ശി അമർത്തി വിളിച്ചു. ഭഗവാന്റെ ഗോപികമാർക്ക് രോഷം വിധിച്ചിട്ടില്ല. പ്രമീള മുഖം പൊത്തിക്കരഞ്ഞു. എൻ്റെ അമ്മേ, ഇത് സഹിക്കാൻ വയ്യ. ഏറെയായി ഇവളുടെ ആട്ടം തുടങ്ങിയിട്ട്. ബേബി ഗഞ്ചുവിനോട് പറഞ്ഞു, കൊണ്ടുപോയി ഇരുട്ടറയിൽ അടക്ക്, കിടക്കട്ടെ അവിടെ. അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് മകളെ. മുത്തശ്ശി ബേബിയുടെ കാൽ തൊട്ടു. ഇത്തവണ ക്ഷമിക്കൂ. മാറി തള്ളേ. ബേബി മുത്തശ്ശിയെ തള്ളി. ഇല്ലെങ്കിൽ നിന്നെയും ഇരുട്ടറയിലകത്താക്കും. മുത്തശ്ശി എഴുന്നേറ്റു. ശരി, ഞാനും വരാം. മീര മുത്തശ്ശിയും പ്രമീളയും ഇരുട്ടറയിൽ അടക്കപ്പെട്ടു. മുറിയിൽ നിന്ന് ഗോപികമാർ മാറിയില്ല. അന്നും കച്ചവടമൊന്നും നടന്നില്ല. എല്ലാറ്റിനെയും ഇരുട്ടറയിലടക്കുമെന്ന ഭീഷണിയോടെ ബേബിയും ദേവിയും ഓടി നടന്നു. പക്ഷേ അവരത് ചെയ്തില്ല. രണ്ടുപേരും ജോലിക്കയറ്റം കിട്ടി വന്നവരാണ്. ഭരിക്കാൻ കൊള്ളരുതാത്തവരെന്ന പേർ സമ്പാദിക്കാൻ പാടില്ല. കലങ്ങിയ കുളത്തിലെ പരൽ മീനുകളെപ്പോലെ ഗോപികമാർ പ്രാണവായുവിനായി പിടയുന്ന മുഹൂർത്തത്തിലാണ് രുക്മിണി വന്നത്. പട പേടിച്ചു പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയായി രുക്മിണിയുടെ കാര്യം. അഭയം തേടി ഓടിയെത്തിയതാണ്. ബസ്സിലാണ് വന്നത്. തെരുവിൻ്റെ അറ്റത്ത് ഇറങ്ങി 1.5 നാഴിക നടന്നു. തെരുവ് ഉറങ്ങുകയായിരുന്നു. ബുക്കിങ്ങിൽ പോയ ആരോ മടങ്ങി വരികയാണെന്നേ കണ്ടവർ കരുതിയുള്ളൂ. ഏതിടത്ത് കയറണമെന്ന സംശയം രുക്മിണിക്കുണ്ടായില്ല. ഗോപികയാവുകയാണ് നല്ലതെന്ന തീരുമാനം ഉറച്ചതായിരുന്നു. ഏറെ നേരം മുട്ടിയിട്ടാണ് ഗഞ്ചു ശപിച്ചെഴുന്നേറ്റ് വാതിൽ തുറന്നത്. ദാദാസാഹിബിൻ്റെ സ്ഥാനത്ത് ഗഞ്ചുവിനെ കണ്ട് രുക്മിണി പകച്ചു. ഗഞ്ചു ചോദിച്ചു, എന്ത് വേണം? പ്രമീള ചേച്ചിയെ കാണാനാണ്. എവിടുന്ന് വരുന്നു? ഇതാ ഇവിടെ അടുത്തു നിന്ന്. അവിടെ നില്ല് എന്നൊരു ഇടക്കാല കൽപ്പനയോടെ ഗഞ്ചു കോണി കയറി അപ്രത്യക്ഷനായി. രുക്മിണിയെ അടിമുടി ഒന്ന് നോക്കി വളരെ മയത്തിൽ ദേവി ചോദിച്ചു, എന്താണ് കുട്ടി? പ്രമീള ചേച്ചിയെ കാണാൻ പറ്റുമോ? എന്താ കാര്യം? പറയാം, വാതിൽ തുറക്കൂ. എവിടുന്ന് വരുന്നു? ഇതാ ഇവിടെ അടുത്തു നിന്ന്. അവിടെ ജോലി ചെയ്യുകയാണ്. പ്രമീള ചേച്ചിയെ കാണാനാണ്. നമ്പർ ഏതാണ്? രുക്മിണി ഒരു കള്ളം പറഞ്ഞു. 38. 200 ഉറുപ്പിക നിരക്കുള്ള നമ്പറാണത്. കാഴ്ചയിൽ രുക്മിണി മോശമല്ലാത്തത് കൊണ്ട് ദേവി അത് വിശ്വസിച്ചു. ദേവി ചോദിച്ചു, ഇവിടെ കഴിയുന്നോ? എന്തും അർത്ഥമാക്കാമെന്ന മട്ടിൽ രുക്മിണി ചിരിച്ചു. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രുക്മിണി കണ്ടു. പ്രമീള ബെഹനെ കണ്ടതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് നിശ്ചയിച്ചു. നൃത്തവേദി ശൂന്യം. ദേവി പ്രമീളയ്ക്കു താക്കീത് നൽകിയിരുന്നു. നല്ലൊരു പെണ്ണ് വന്നിരിക്കുന്നു. നിന്റെ പരിചയക്കാരിയാണെന്ന് പറഞ്ഞു. പിടിച്ചു നിർത്തണം. പ്രമീള രുക്മിണിയെ കണ്ടു. മിഴിച്ചു നിന്നു. അതേ ചേച്ചി, ഇത് ഞാൻ തന്നെയാണ് രുക്മിണി.
കഥകൾ ശബ്ദമൊതുക്കി പരസ്പരം പറഞ്ഞു. തന്നെ വാർഡനിൽ നിന്ന് രക്ഷിച്ചത് അച്ഛൻ തന്നെയാണെന്ന് രുക്മിണിക്ക് അപ്പോഴും അറിവില്ലായിരുന്നു. നഗരത്തിൽ തന്നെയുള്ള ഒരു തുണിപ്പീടികയിൽ ജോലി നൽകപ്പെട്ടു. സ്ത്രീകളുടെ ഹോസ്റ്റലിൽ താമസിക്കാൻ ഏർപ്പാടുമായി. രാവിലെ 9 മുതൽ രാത്രി 8 വരെ ജോലി. അല്ലലും അലട്ടലുമില്ല. സ്വാതന്ത്ര്യമുണ്ട്. പെൺകുട്ടികളുടെ കൂട്ടുണ്ട്. വിലപിടിച്ച തുണിത്തരങ്ങളുടെ ഇടയിലെ ജീവിതത്തിന് പുത്തൻ തുണിക്കടകളുടെ ആസ്വാദ്യമായ മണമുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ് മാനേജർ. ഉടമസ്ഥൻ രുക്മിണിയെ കൊണ്ടുവന്ന് മാനേജരെയാണ് ഏൽപ്പിച്ചത്. 60ഓളം പെൺകുട്ടികൾ ആ കടയിൽ ജോലി ചെയ്യുന്നു. വേണ്ടാത്ത ഒരു വാക്കോ അരുതാത്ത ഒരു നോട്ടമോ ഉണ്ടാകാറില്ല. ദിവസങ്ങൾക്കകം രുക്മിണി മാനേജരുമായി അടുത്തു. കാര്യമാത്ര പ്രസക്തമായിരുന്നു തുടക്കത്തിൽ ദാസിൻ്റെ പെരുമാറ്റം. ഒരു ദിവസം ഉച്ചയൂണിൻ്റെ സമയത്ത് അയാൾ അരികിൽ വന്നു നിന്നു. ജോലിയിൽ പ്രവേശിച്ചിട്ട് 17 ദിവസമേ ആയിരുന്നുള്ളൂ. ഭക്ഷണം നിർത്തി രുക്മിണി മുഖമുയർത്തി. എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, ദാസ് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എനിക്കൊരു വിവാഹം കഴിക്കണം, ദാസ് അറിയിച്ചു. എന്നിട്ടൊരു ചോദ്യം. രുക്മിണിക്കോ? നാണിക്കാനൊന്നും അവശേഷിക്കാത്ത തരം അനുഭവങ്ങളായിരുന്നു ജീവിതത്തിലെങ്കിലും രുക്മിണി മുഖം കുനിച്ചു. അഭിനയിക്കുകയായിരുന്നില്ല, നാണിക്കുക തന്നെയായിരുന്നു. മനസ്സിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടെ? ദാസ് ചോദിച്ചു. രുക്മിണി പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കണം. അച്ഛനമ്മമാർ? ഇല്ല. ഒരു ദിവസം വിളിപ്പിച്ചു. ഒറ്റ വാക്കാണ് പറഞ്ഞത്. ദാസ് അദ്ദേഹത്തോട് എപ്പോഴാണ് ചോദിച്ചതെന്നറിയില്ല. വളരെ ലളിതമായി ചടങ്ങുകൾ നടന്നു. വീടെടുത്തു താമസവും തുടങ്ങി. സ്വർഗം കിട്ടിയതുപോലെ. ദാസിനോട് ചരിത്രമെല്ലാം തുറന്നു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. ധൈര്യമുണ്ടായില്ല. പറഞ്ഞാലും പറയാതിരുന്നാലും ഒരുപോലെയാണല്ലോ എന്ന് സമാധാനിച്ച് അടങ്ങി. സ്നേഹമെന്തെന്നും കുടുംബമെന്തെന്നും ജീവിതത്തിലാദ്യമായി അറിഞ്ഞു. അതൊരു പളുങ്കുപാത്രമാണെന്ന ഭീതി എപ്പോഴും ഉണ്ടായി. 1 മാസമേ ഈ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. ഓർക്കാപ്പുറത്ത് വന്നു കയറിയ സുഹൃത്തിനെ പോലെ, ഓർക്കാപ്പുറത്തു തന്നെ ഇറങ്ങിപ്പോയ സുഹൃത്തിനെ പോലെയും. വീട് അലങ്കരിക്കുന്നതിലും നല്ല ഭക്ഷണം പാകം ചെയ്യുന്നതിലും ഭർത്താവിനെ പരിചരിക്കുന്നതിലും സന്തോഷിപ്പിക്കുന്നതിലും മാത്രം മുഴുവൻ സമയവും ശ്രദ്ധിച്ചു. തങ്ങളുടെ വിവാഹ ഫോട്ടോ പീടികയിലെ ക്യാബിനിൽ മേശപ്പുറത്ത് വയ്ക്കുമെന്ന് ദാസ് പറഞ്ഞു. അത് വേണോ? സന്ദർശകരാരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്ന ഭയം തന്നെയായിരുന്നു കാരണം. കൂടുതൽ ശാഠ്യം പിടിക്കുന്നത് അപകടമാണെന്ന് കണ്ട് സമ്മതിച്ചു. വൈകുന്നേരം എന്നും മുഖഭാവം ശ്രദ്ധിച്ചു. വല്ലവിധേനയും അറിഞ്ഞുവോ? വൈകുന്നേരമാവുമ്പോഴേക്കും ഉത്കണ്ഠ പിരിമുറുകി പൊട്ടുന്ന അവസ്ഥയിലെത്തും. ഒരു ദിവസം ഒരു ക്യാമറക്കാരനുമൊത്താണ് ദാസ് വന്നത്. പരസ്യ കമ്പനിക്കാരനാണ്. പുതിയ ഡിസൈൻ പരിചയപ്പെടുത്താനുള്ള സംവിധാനമുണ്ടാക്കാനാണ്. പ്രതിഷേധം വകവയ്ക്കാതെ സാരികൾ മാറി മാറി ഉടുപ്പിച്ച് ദാസ് ചിത്രങ്ങൾ എടുത്തു. ഒരാഴ്ച കഴിഞ്ഞു. പരസ്യങ്ങൾ പത്രമാസികകളിൽ വന്നുകൊണ്ടിരുന്നു. അവ വലിയ അഭിമാനത്തോടെ ദാസ് വീട്ടിൽ കൊണ്ടുവരും. ഉള്ളു പിടയുകയായിരുന്നു. എപ്പോഴാണ് ആരെങ്കിലും തിരിച്ചറിഞ്ഞുകൂടാത്തത്? മറ്റു പരസ്യ കമ്പനിക്കാർ മോഡലിനെ തിരക്കി ഫോൺ ചെയ്യാൻ തുടങ്ങി. വീട്ടിലും ഫോൺ കോളുകൾ വന്നു. ഒരിക്കൽ ദാസ് ഉറക്കെ ചിരിച്ചു. ഇങ്ങനെ മറുപടി പറയുന്നത് കേട്ടു. അത് മാതൃക മാത്രമല്ല, മാതൃകാ ഭാര്യ കൂടിയാണ് ആശാനെ. എൻ്റെ മാതൃകാ ഭാര്യ. പൂതി മനസ്സിലിരിക്കട്ടെ. എന്നിട്ട്? പ്രമീള ചോദിച്ചു. എന്നിട്ടെന്താണ്? ഒരു ദിവസം അത് സംഭവിച്ചു. ദാസ് ആരിൽ നിന്നോ എങ്ങനെയോ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. വൈകുന്നേരം വന്നപ്പോഴത്തെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ഒന്നും ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. കബളിപ്പിച്ച് ഇനിയും ദാസിൻ്റെ കൂടെ കഴിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഉത്കണ്ഠയുടെ തീച്ചൂളയിൽ ഉരുകിയുരുകി ഇല്ലാതെയായി പോകും. കുറച്ചു ദിവസത്തെയെങ്കിലും ഒരു സ്നേഹലോകം തുറന്നു തന്ന ഒരു നല്ല മനുഷ്യനെ കൂടുതൽ ദുഃഖിപ്പിക്കാൻ പാടില്ലെന്ന്
തീരുമാനിച്ചു. നേരെ ഇങ്ങോട്ട് പോന്നു. അന്വേഷിക്കില്ലേ? പ്രമീള ചോദിച്ചു. അന്വേഷിക്കരുതെന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. രുക്മിണി പ്രമീളയെ കെട്ടിപ്പിടിച്ചു. ഇല്ല ചേച്ചി, എനിക്കിനി മോഹങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളുമില്ല. ഞാൻ വായിക്കുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്കും ചെയ്യുക. നന്ദി.